അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഈന്തപ്പഴം അച്ചാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈന്തപ്പഴം കുരു കളഞ്ഞ് വെച്ചത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമാണ് കേട്ടത്. ഇനിയിപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് അതിന് ശേഷം പിന്നെ കടുക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടപ്പോൾ ഒന്ന് തെറിച്ച് പോയപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ കുറച്ച് വിട്ട് പിടിച്ചിട്ടിടുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച് അധികം ഇട്ട് കൊടുക്കും. ഈന്തപ്പഴം പുളിയിഞ്ചി എന്നും പറയും. ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിച്ചിട്ടൊന്നും നമുക്കറിയൊന്നുമില്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കണ ഒരു രീതി കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും നമ്മളെ രീതി ഒന്ന് കാണിച്ചതാണ്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇത് എരിവ് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ഇട്ടത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് മറ്റേ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കായപ്പൊടി ഇല്ലേ, കറിക്കായം, ആ പൊടിയും കൂടെ ഇത്തിരി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പുളിവെള്ളമാണ് ഇതിൽ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഈന്തപ്പഴം കുരു കളഞ്ഞ് വെച്ചതുണ്ടല്ലോ അതും കൂടെ അതിലിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതൊക്കെ എരിവ് കുറവുള്ളതാണ്, പച്ചമുളകും കുറവാണ്, കാശ്മീരി മുളക് പൊടി പിന്നെ എരിവില്ലല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുക്കണതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇത്തിരി പുളി അധികം തോന്നിയപ്പോൾ ശർക്കര പാനി കുറച്ച് ഒഴിച്ചു കൊടുത്തു അതിൽ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൽ. ഇനിയിപ്പോൾ നമ്മൾ ഇളക്കി ആ വെള്ളം വറ്റിച്ചങ്ങോട്ട് എടുക്കണം. കണ്ട ഈ പരുവത്തിൽ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. കണ്ട ഈ ഒരു പരുവത്തിൽ നന്നായി കുറുകി വരുന്ന ടൈമിൽ തീ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചോറിനൊന്നും കൂടെ എനിക്ക് വലിയ താല്പര്യമില്ല, വെറുതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് മധുരത്തിനൊക്കെ ഒരു തോന്നലുണ്ടാവുമല്ലോ, ആ സമയത്ത് വെറുതെ ഇങ്ങനെ നമ്മൾ പണ്ട് പുളിയച്ചാറൊക്കെ കഴിക്കൂലേ അതേമാതിരി ആ ഒരു ടേസ്റ്റിൽ അങ്ങനെ കഴിക്കും. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈന്തപ്പഴം കൊണ്ടുള്ളതാവുകൊണ്ട് വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈന്തപ്പഴം പുളിയിഞ്ചി അല്ലെങ്കിൽ ഈന്തപ്പഴം അച്ചാർ അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും, പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.